കലിപ്പൻ ഡോക്ടറുടെ വായാടി നഴ്സ്. രചന ഫാത്തിമ റിഫ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അസ്സലാമലൈക്കും യാ ഉമ്മച്ചി. വാലൈക്കും അസ്സലാം പാത്തു. ഇന്നെന്താ സ്പെഷ്യല്? ചിക്കൻ കറിയും പത്തിരിയുണ്ട്. അലിയാരേ? ആ ആരിത് പാത്തുവോ? ഇരിക്ക്. ഇന്ന് നിങ്ങൾ പാത്രത്തിൽ മുഴുകിയോ? എന്ത്? അല്ല പത്രം. ആ ഞങ്ങള് പത്രം വായനക്കാർക്ക് അവാർഡുണ്ടേ. ഓ ദിവസം 2 കട്ടൻ ചായ കുടിക്കുന്നതിനായിരിക്കും. ഇതിലും നല്ല നിങ്ങൾ കുടുംബശ്രീ പോകുന്ന. ഡേ എന്തിടി ഇപ്പൊ തന്നെ എത്ര നേരമായാലും തലയും കുത്തി നിൽക്കണം? വല്ലതും കിട്ടി എന്നിട്ട്? ഇല്ലടി. എന്താ ഒരു ഇടി? നിങ്ങളുടെ ആ കുന്ത്രാണ്ടുണ്ടല്ലോ, എന്താ ആ ഫോണ്, അതിലൊക്കെ നല്ല ഇത് തന്നെയാ. ഓ അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞ് ബാക്കി അതിനാണല്ലോ 3-ാം ലോക മഹായുദ്ധം. ആ അത് പിന്നെ അല്ല പാത്തു, അനക്ക് പോവാനായില്ലേ? അല്ല പത്രം വായിച്ചപ്പോ മേനോ ദിവസം നോക്കിയില്ലേ? ഇന്ന് ഞായറാഴ്ചയാ. അപ്പൊ നാളെയാണ് ഈ ജോയിൻ ചെയ്യാൻ പോകുന്നത്? ആദ്യം മൈ ഡിയർ ഡാഡിപ്പടി. ഡീഡി വിളിക്കുന്നോ കൊള്ളാം, ദയവി തന്റെ ഉമ്മാന്റെ ഉമ്മന്ന് വിളിക്കരുത്. ശരിയാ മാനെ. എന്നാ ചെല്ല്. പാത്തു. എന്താ ഉമ്മ? ആ കിച്ചുവിനെ ഒന്ന് വിളിച്ചെണീപ്പിച്ചേ. നേരെ 10 മണിയായി. മോന്തമ്മയ്ക്ക് വെയിലർച്ചാരം ചെറുക്ക് നീച്ചൂല. ഓക്കെ ഞാൻ ഏറ്റു. എന്റെ പൊന്നു ഫാത്തിമ, ഈ എന്തിനാ വെറുതെ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കണ്? ഇനി 2 അവിടെ യുദ്ധം ഉണ്ടാക്കും. ഓന് 4 വയസ്സ് മൂത്താ, പറഞ്ഞിട്ട് കാര്യമില്ല, 2ഉം കണക്കാ. അവർക്ക് കൂടട്ടേന്നേ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഗാലറിയിൽ നിന്ന് കളി കാണാം. ഓ സച്ച് എ സൈക്കോ വൈഫ്. പടച്ചോനെ, എന്റെ മക്കളെ ഓലെന്നെ കാത്തോളണേ. കാക്ക. എന്താടി? കാക്ക എഴുന്നേൽക്കി. ഇല്ലേ കാക്ക. കാക്ക കാക്ക താത്ത താത്ത ഒന്ന് പോടി. എഴുന്നേക്കുന്നില്ലേ? ഇല്ല. എന്നാ ഓക്കെ ഞാൻ പോണു. ഇവൾക്ക് ഇതെന്ത് പറ്റി? അയ്യോ സുനാമി. സുനാമി അല്ലടാ ബംഗാളി, എഴുന്നേറ്റ് പോടാ. അതും പറഞ്ഞ് കയ്യിലെ ചെക്കും പിടിച്ച് നമ്മുടെ നായിക സ്ഥലം വിട്ടു. നിനക്കാൻ വെച്ചിട്ടുണ്ടടി മറുതെ. കാണാം ബ്രോ. എന്ത് നല്ല സ്വപ്നമായിരുന്നു. കുരിപ്പ് എല്ലാം നശിപ്പിച്ച്. എന്റെ ഹിന്ദി നടി ഇപ്പൊ ചന്തി നടി. നിനക്കാൻ വെച്ചിട്ടുണ്ടടി പത്തിരി. ഈച്ചു എണീറ്റോടി. ആ ഈ പോയാലും അവൻ എണീച്ചോളൂ. അല്ല നീ അവളെ സിംഹത്തിന്റെ മടയിൽ ഇട്ടതല്ല. അത് പിന്നെ വാ ഫുഡ് കഴിക്കാം. കിച്ചു വാട ഇരിക്ക്. ഫുഡ് കഴിക്കുന്നതിനിടെ ചെക്കൻ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എവിടെ? പാത്ത് ഫുൾ ഓൺ ഫുഡ്. നമ്മളൊന്നും ഇവിടെയുള്ള ആൾക്കാരെ അല്ലെന്ന ഭാവം. എന്താടാ കിച്ചു നീ അവളെ നോക്കി പേടിപ്പിക്കുന്നത്? ഒന്നുമില്ല. നിനക്കുള്ള ഞാൻ തെരടി കോപ്പേ. ഉപ്പ ഞാനും പാത്തും ബീച്ച് വരെ ഒന്ന് പോട്ടെ. ഇന്ന് ലീവല്ലേ? പിന്നെ ഓള് ജോലി കയറിയാ ഓളെ കിട്ടൂലല്ലോ. ഇത് കൊടുങ്കാറ്റിന്റെ തുടക്കമാണ് പാത്തു. സൂക്ഷിക്കണം സൂക്ഷിക്കണം. അതെ അതെ, ഞങ്ങൾ എപ്പോഴെങ്കിലും അല്ലേ വാപ്പിച്ചി സമ്മയ്ക്ക് വാപ്പാ. ഇന്ന് ഞങ്ങൾ പോയിക്കോളി. പാതു നീ വൈകുന്നേരം റെഡി ആയിട്ട് നിൽക്ക്, ഞാൻ വരാം. കിച്ചു. പാതു നീ പോണ്ടേ? വരണു. വാ കേറ്. കിച്ചു ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്താടി? നിന്നെ ഉമ്മച്ചി വല്ല തവി കൊണ്ടോ മറ്റോ അടിച്ചോ? ഇല്ലടി, ഞാൻ നിനക്ക് നാളെ ജോലി സെറ്റാവില്ലേ, അപ്പൊ ചുമ്മാ കറങ്ങാന്ന് വെച്ചു. അവളൊന്ന് അമൃത്തി മൂളി. വണ്ടി നേരെ ബീച്ച് നാടി വിട്ടു. അവര് പോട്ടെ, നമുക്ക് അവരുടെ തട്ടിക്കൂട്ട് കുടുംബത്തെ പരിചയപ്പെടാം. കൊമ്പത്ത് വീട്. ഹൗസ് ഓണർ അലി ഹംസ, പുത്രി ഫാത്തിമ. 2 പേർക്ക് 2 പ്രൊഡക്റ്റ്. മൂത്ത പ്രൊഡക്റ്റ് മാസിൻ അലി, പ്രായം 24, സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ. ജോലി എഞ്ചിനീയറിംഗ്, ബട്ട് നോ സ്റ്റാൻഡേർഡ്. തൊള്ള തുറന്നാ പോയി, ബട്ട് പബ്ലിക്കിൽ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിയില്ല. കെട്ടിക്കാനോന്റെ വാപ്പച്ചിക്ക് ഒരു ധൃതിയുമില്ല. ഇനി ഇളയ പ്രൊഡക്റ്റ് മിസ് മെഹ്റ അലി. ഇളയതായതുകൊണ്ട് വല്ലാതെ കൊഞ്ചിച്ചിട്ടില്ല. ഇത് ഫാമിലി വേറെയാ, ബട്ട് നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വെളുത്ത വട്ടമുഖവും ചെമ്പൻ നിറമുള്ള കണ്ണും. അതിനെ കണ്ടാൽ മതി ചെക്കന്മാര് ഫ്ലാറ്റ്. ഇനി നമുക്ക് ബീച്ചിൽ പോവാം. നീലക്കടലിന്റെ ശാന്തതയും കുളിർക്കാറ്റും. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. നിനക്ക് ഐസ്ക്രീം വാങ്ങി തരട്ടെ? ഓ ഉത്തരവ്. അല്ല കിച്ചു, നിനക്ക് എന്താടാ പറ്റിയേ? ഐസ്ക്രീം വാങ്ങാൻ പോകുന്ന കിച്ചുവിനെ പിടിച്ചു വെച്ച് അവൾ ചോദിച്ചു. അതോ എന്റെ പെങ്ങളുട്ടിക്ക് അറിയണോ? പെങ്ങളുട്ടിയോ? ഇവനിതെന്താ? എനിക്ക് നാളെ മുതൽ ശമ്പളം കൂട്ടാൻ പോവാ. ഓ അങ്ങനെ പറ രാമായണ. ഞാൻ വിചാരിച്ചു വല്ല തേപ്പ് കെട്ടി സമാധാന ശാന്തിക്ക് വന്നാണെന്ന്. ഓടി. നിനക്ക് ഏത് ഫ്ലേവർ ആണോ? ചോക്ലേറ്റ്? അവൾ അതുമായി തീരത്തൂടെ നടന്നു. എനിക്കൊരു കോൾ ഉണ്ട്, നീ നടക്ക്. അവൾ ഐസ്ക്രീം രുചിച്ചറിഞ്ഞ് നടന്നു. പെട്ടെന്ന് താൻ ആരാടോ? ആരാണെന്ന് പോലും നോക്കാതെ അവൾ അലറി. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് അതേസമയം ഫോണിൽ നിന്ന് തലയുയർത്തി. ഒരു നിമിഷം 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. തന്നോടല്ലേ ചോദിച്ചേ? അവൾ എന്ന മാന്ത്രിക ലോകത്തിൽ നിന്ന് അവൻ അവളുടെ ശബ്ദമാണ് സ്ഥലകാലബോധത്തിലേക്ക് എത്തിച്ച്. എന്ത്? താൻ എനിക്ക് ഐസ്ക്രീം വായിച്ചു തന്നിട്ട് പോയാൽ മതി. പറ്റില്ല. നീ ഫോണിലേക്ക് നോക്കി വന്നു കാരണ തട്ടി മറിഞ്ഞ് എന്റെ കയ്യിൽ ഐസ്ക്രീം പോയത്. എനിക്ക് വായിച്ചെന്നില്ല ഞാനിവിടെ കിടന്ന് കൂവും. നാശം. വാ. അങ്ങനെ വാ. പൈസ കൊടുക്കൂലേ? ചേട്ടാ 2 ഐസ്ക്രീം, 2 ചൊരണ്ടി ഐസ്, പിന്നെ 20 മാങ്ങ ഉപ്പിലിട്ട്, പിന്നെ പൈനാപ്പിൾ ഒരു 10 എണ്ണം, നെല്ലിക്ക ഒരു 6 എണ്ണം, ഒരു 10 ക്യാരറ്റ് കൂടെ, പറ്റുവാണെങ്കിൽ 3 കുക്കുംബറും ഒക്കെ ഒരു കവർക്കാക്കണേ. കെച്ചപ്പും വേണം.
നീ ഒരു ഐസ്ക്രീമിനാണോ ഈ ഇത്രയും വാങ്ങിയത്? അതെ, ഞാൻ ചോദിച്ചല്ലോ പൈസ കൊടുക്കുമെന്ന്. അപ്പൊ ചേട്ടൻ പൈസ കൊടുത്തേക്ക്. ബൈ. ഓ, ഇതെന്ത് സാധനം. നീ പാതു, എന്താണ് ഇത്? അതോ, ഒരാളെങ്ങ് ഊറ്റി. ഇന്നാ അനക്ക് ചരണ്ടി ഐസ്. ഈ പെണ്ണ് ഏതായാലും കിട്ടിയതല്ലേ, വാ കഴിക്കാം. അവരിരു മണ്ണിലിരുന്ന് സമയം കളഞ്ഞു. ഡാ സുലു, എന്താണ് ഫുള്ള് കരിപ്പ്? അതൊരു വട്ടുകേസായി. കാര്യം പറമുത്തേ. ഓ വള്ളി വിളി തെറ്റാതെ എല്ലാം പറഞ്ഞു. അവളെ ഇടിച്ചതും ഐസ്ക്രീം താഴെ വീണതും അവൾക്ക് വേണ്ടി എല്ലാം വാങ്ങിക്കൊടുത്തതും. മിക്കവാറും ഇവ ഇടിച്ചും ചവിട്ടിയും കാറ്റുപോകും. കാറിലും തലയിട്ട് ശാതെന്ന സച്ച് പറഞ്ഞു. അതെന്താടാ? ഇന്നലെ ഓൻ്റെ ഉമ്മ സാധനം വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ടേ പീഡിയത്തനായപ്പോ വണ്ടി എടുക്കാൻ നടന്നുപോയി. അപ്പുറത്ത് ആനിച്ചേച്ചിയുടെ പട്ടി ഉണ്ടായിരുന്നു. ഇവൻ ഫോൺ തോണ്ടി അതിന്റെ വാലി ചവിട്ടി. അത് കൂടോടി ഇവൻ തിരിഞ്ഞു നോക്കാതെ ഓടി. അവസാനം പാടത്തിന് നടക്കെത്തിയപ്പോഴാ പട്ടിയുടെ വഴിക്ക് പോയി എന്ന നഗ്നസത്യം ഇവൻ അറിയുന്നത്. ഇത് നിന്നോട് ആര് പറഞ്ഞു? കല്യാണം മുടക്കി ടീം. ഷിറ്റ്, സച്ച് എ ട്രാപ്പ്. വാടാ പോവാ, നാളെ മുതൽ സെറ്റ് ആവാനുള്ളതല്ലേ. മൂന്നും കാറിൽ കയറി അറക്കൽ എന്ന് പേരെഴുതിയൊരു കൂറ്റം വീട്ടിലേക്ക് കയറി. ചുറ്റും പച്ച പന്തലിച്ച് കിടക്കുന്ന ഒരിടം അറക്കൽ. ഉമ്മ, ഈ കാക്കയും വാലിനും വരുന്നുണ്ട്. വാല് നിന്റെ മറ്റവൻ. എന്റെ ചക്കനെ വിളിച്ചാലുണ്ടല്ലോ. ഷായി, ഒന്ന് നിർത്ത്. വായിസാ എസ്രാമിതേ. ഓ, എന്തോ? ഈ സച്ചുവിനൊരു സംശയം. എന്താ? ഈ എസ്രയുടെ തലച്ചോറ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തലച്ചോറില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിച്ചു വാങ്ങിയല്ലേ? സുലാവിന്റെ തോൾ തട്ടി പറഞ്ഞു. അതിന് നിന്റെ അല്ലേ പെങ്ങള്? അതെ അതെ. നിങ്ങൾ വന്നോ? വരി. എന്റെ കുൽസും ഞങ്ങൾ എസ്റ്റേറ്റ് നോക്കാൻ വന്ന ടൈമില്ല. നിങ്ങളെ കാണാൻ വന്ന എന്നാ പോയി ചായ കുടിച്ചിട്ട് പോവാടാ. വേണ്ട കുൽസു, എന്നാ മോൻ പോയി ഫ്രഷായി വാ. ശരിമ്മ. സുല അവരുടെ കവിളിൽ നിന്ന് മുത്തി മുകളിലേക്ക് പോയി. അല്ലെങ്കിലും ആൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ആരടി പറഞ്ഞു? അത് പിന്നെ പോയി പഠിക്കണി. അവൾ ചവിട്ടി കുളിക്കിയ റൂമിലേക്ക് പോയി. സുലു ഫ്രഷായി താഴെയിട്ട് വന്നപ്പോൾ ഉപ്പയുണ്ടായിരുന്നു. ഡാ സുലു, എന്തോപ്പാ? പിന്നെ നീ നമ്മുടെ കോയാസ് ഹോസ്പിറ്റലിൽ ജോയിൻ ആവുന്നതോടുകൂടി നീ അവിടുത്തെ CEO ആവും. എനിക്കിനി വയ്യ ഈ വയസ്സാങ്കാലത്ത് മേൽനോട്ടം നടത്താൻ. അപ്പൊ ഒക്കെ ഞാൻ എന്നെ ഏൽപ്പിക്കുക. എന്ത്, നിങ്ങൾക്ക് വയസ്സായെന്നോ? അപ്പൊ അപ്പുറത്ത് ആനിച്ചേച്ചിട്ട് മതിലിന് ഏന്തി വലിഞ്ഞ് വർത്താനം പറഞ്ഞ പിന്നെ ഈ കിളവനാവില്ലേ? ഇസ തീ കൊളുത്തി. അത് പിന്നെ എൻ്റെ ഒരു സാധനം കളഞ്ഞു പോയതാ. ഒന്നും പറയണ്ട മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് റൂമിക്ക് വാ. ഈ വയസ്സാങ്കാലത്ത് എനിക്ക് കിട്ടിയ പണിയണം. ഓക്കെ, ഉപ്പച്ചിയൊക്കെ കൊണ്ടിട്ട് വാ. നോ താങ്ക്സ്. എന്താടി വെള്ളേ, ഒരു മനസ്സുഖം. കഴിക്ക്. ഇതെന്താ പാത്തു? കണ്ണൂടെ ഇതെങ്ങനെ ഒപ്പിച്ചു? പിച്ച എടുത്തു. ആ, എനിക്കും സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? എന്തു പറ്റാൻ? മനുഷ്യ മിണ്ടാണ്ടിരി. നിങ്ങൾ പോയി ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബ്ലാക്ക് നേഴ്സ് യൂണിഫോം ധരിച്ച് കണ്ണാടിയിൽ നോക്കി ഷോ ഇറക്കിയാണ് പാത്തു. കൊള്ളാം, ബ്ലാക്ക് യൂണിഫോം. നമ്മളെ ഫേവറേറ്റിനെ പിടിച്ചില്ല എന്റെ കോയക്ക. പാത്തു, ഇതാ ഉമ്മ, വരിക. കാക്കു ഇത്ര നേരത്തെ റെഡിയായോ? പിന്നെ ഇന്നലെ പെങ്ങളുടെ ഫസ്റ്റ് ഡേ അല്ലേ? ഉമ്മച്ചി, ഞാൻ പോവാണേ. അസ്സലാമു അലൈക്കും. അലിക്കാക്ക. എന്താടി? പത്രത്തിലുള്ള യുദ്ധം അവസാനിച്ച മിസ്റ്റർ. ഓ, എന്തായാലും അങ്ങോട്ട്. അലി അവിടെ നെറ്റിയിൽ അമർത്തി മുത്തി. പോയിട്ട് വാ. എന്താ ഒരു സ്നേഹപ്രകടനം. ഓടി, എന്റെ മോള് എന്റെ ഇഷ്ടം. ഓ, സമ്മതിച്ചു. വാ കാക്കു. നീ വരുന്നില്ലടി? ഇല്ല ഉമ്മ, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഞാൻ പിന്നെ വരാം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരം ഇസയോടാണ് ചോദ്യം. ആയിക്കോട്ടെ. കിച്ചുവിന്റെ ബൈക്ക് ഒരു പടുകൂറ്റൻ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിർത്തി. എന്റെ പടച്ചോനെ, എന്താ ഇത്? നീ കുറച്ച് പെടുമോളെ പാത്തു. പോടാ, ഫസ്റ്റ് ഡേ തന്നെ തളത്തല്ലേ പൊന്നെ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. ഹലോ, ഈ സിഇഒയുടെ ക്യാബിൻ എവിടെയാ? റിസപ്ഷൻ ഗേളിനോട് അവൾ ചോദിച്ചു. ഇവിടെ 4ാമത്തെ ഫ്ലോർ. ഓക്കെ, അപ്പൊ ഞാൻ പുതിയ ജോയിനാണോ? എന്നാ ചെല്ല്. ചോദിച്ചാ പിന്നെ അറിയില്ലേ പുതിയതാണെന്ന്. പിരിവിരുത്തോണ്ട് പാത്തു ലിഫ്റ്റിൽ കയറി. മേ കമിൻ സർ? യെസ്. സുലു തലയുയർത്തി നോക്കി. ശരിക്കും ഞെട്ടിയത് പാത്തുവാണ്. പടച്ചോനെ, പുലിമടയിലാണല്ലോ റബ്ബേ വന്നുവിട്ട്. ഓ, കം അനുസരിയ. അവൾ വിറച്ച് കസേരയിൽ നിന്നു. ഫയല്? അവൻ ഫയൽ തിരിച്ചു മറിച്ച് നോക്കി. അവൾ അവനെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇന്നലെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ലുക്കുണ്ട് ചെക്കന്. അവൾ ചുറ്റും കണ്ണോടിച്ചു. അതിനിടയിലാണ് അവന്റെ നെയിം ബോർഡ് കണ്ണിൽപ്പെട്ടത്. അവൾ പതിയെ മന്ത്രിച്ചു. എയ്മൻ സുൽത്താൻ മെഹ്റാലി. അവന്റെ ചൊടിയിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മെഹ്റാലി. അവന്റെ അലർച്ചയാണ് കുട്ടിയുടെ ബോധം തിരികെ കിട്ടിയത്. യെസ് സർ. താനിത് എവിടെ നോക്കിക്കുവാ? അത് സർ. പിന്നെ പുതിയ ജോയിൻ അല്ലേ? നിനക്ക് ഞാൻ തരുന്ന പൊസിഷൻ. യു വിൽ ബി മൈ അസിസ്റ്റന്റ്. ഓക്കെ സർ. അവൾ അതും പറഞ്ഞ് ഡോറിനടുത്ത് എത്തിയതും. പിന്നെ നീ ഊറ്റിയത് ഞാൻ മറന്നിട്ടില്ല. ഞാനതിന് നിനക്ക് പകരം തന്നിരിക്കും. നോക്കാം. അവളും വിട്ടുകൊടുത്തില്ല. അവൾ ഡോറും തുറന്ന് പുറത്തിറങ്ങിയ ശ്വാസം നേരെ വിട്ടു. എന്റെ പടച്ചോനെ, നിങ്ങളെന്റെ കാത്തോളി. VIP ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഓരോ നഴ്സിനും ക്യാബിൻസ് ഉണ്ടായിരുന്നു.
ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം എന്ന് പാട്ടുമാടി നടന്നു വരുന്ന സച്ചുവിന്റെ മണ്ടയ്ക്ക് എന്തോ വന്ന് വീണു. പടച്ചോനെ, തലയിരിച്ച് നോക്കിയപ്പോൾ ഷായി വീണെടുക്കുന്നതാണ്. അമ്മേ നടു. പാത്തു പൊടി തട്ടി എഴുന്നേറ്റു. ആരടി നീ? താനാരാടോ? ഞങ്ങളൊന്ന് ഇടിച്ചുമ്പോൾ ഞങ്ങളോട് ചൂടാന്നോ മിസ്? സോറി, എന്റെ ഫയലിംഗ് എന്നേ. ഇതിനെന്താടി, ഇരുമ്പിന്റെ വെയിറ്റ് ഉണ്ടല്ലോ. അതിന്റെ ഡീറ്റെയിൽസാ. ഓ, പുതിയതാണല്ലേ. നിന്റെ നെയ്മ് എന്താ? മീറാലി. ചെല്ല്. ഓ, ഉത്തരവ്. ഓടി. എടാ സച്ചു, എന്റെ നടു കത്തം ഹോകയാ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണ്? മുട്ട തൈലം വാങ്ങി തേച്ചോളി. മുട്ട തൈലം നിന്റെ മറ്റവള്. എന്റെ നടു, എന്റെ തലയിൽ എന്തൊക്കെയോ വട്ടമിട്ട് പറക്കുന്ന പോലെ. നീ വന്നേ സച്ചു? മേ കമിൻ സർ? യെസ്. നിങ്ങളോ? നിങ്ങളെന്തിനാ വന്നേ? ഓ, ആയിക്കോട്ടെ മച്ചാ, നമ്മളിപ്പോ ശല്യമായില്ലേ. ലെറ്റ്സ് ബ്രേക്കപ്പ്. സച്ചു കർച്ചീഫ് എടുത്ത് മൂക്ക് വിഴിഞ്ഞു. പോടാ, ഞങ്ങളിവിടെ കാണാൻ വന്ന കൂട്ടുകാരൻ്റെ ആദ്യ ജോലി ദിനല്ലേ. ഇരിക്കടാ. അത് നീ പറഞ്ഞു തരണ്ട. രണ്ടും സോഫയിൽ ഇരുന്നു. ഇനി നമുക്ക് ഷായിയെയും സച്ചുവിനെയും പരിചയപ്പെടാം. ഷാഹിദ് അഹമ്മദ് ഒഫീഷ്യലി ഇരട്ടകൾ. രണ്ടും ചെറുപ്പം തൊട്ടേ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന പോലെ സുലുവിന്റെ കൂടെയുണ്ട്. പറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധം. പാത്തു നേരെ ക്യാബിനിൽ ചെന്ന് ജോലിയൊക്കെ ചെയ്തു. കുട്ടിക്ക് പിന്നെ നഴ്സിംഗ് പാഷൻ ആയതുകൊണ്ട് നല്ല ആത്മാർത്ഥതയുണ്ട്. വൈകുന്നേരം ആയപ്പോൾ കിച്ചു അവളെയും കൊണ്ട് വരാൻ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? അത് പിന്നെ എന്താടി? എടാ, ഞാനന്ന് ഊറ്റിയില്ലേ ആ ചെക്കൻ? അയാളെ ദി ഗ്രേറ്റ് കോയ ഹോസ്പിറ്റൽ CEO ആൻഡ് ഡോക്ടറാ. എന്ത്? കിച്ചു ബ്രേക്കിട്ട് നിന്നു. വണ്ടി എടുക്ക് പാപ്പ. നീ പറ. അയാൾ എനിക്കിട്ട് പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നേരെ വീട്ടിൽ ചെന്ന് ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ട്. അവൾ കിച്ചുവിന്റെ അടുത്തിരുന്നു. യു ബ്ലഡി ബ്രദർ, എന്റെ ചിക്കൻ കാലത്ത് അട പന്നി തരില്ലെന്ന് പറഞ്ഞ് കിച്ചു നല്ലവണ്ണം ആസ്വദിച്ച് കഴിച്ചു. അടുത്തുള്ള പ്ലേറ്റ് എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. ഉമ്മാ, എടി സാമുദ്രം, എന്റെ തല, എന്റെ ചിക്കൻ കാല് താടാ. ഫാത്തിമ, എന്തോ ഇതെന്താടി? നടക്കട്ടെ മനുഷ്യ. അടിച്ചും പിച്ചി അവസാനം രണ്ടും തറയിൽ കിടന്ന് അടിയായി. പറയണ പുല്ലേ, സത്യം ചെയ്യണ പുല്ലേ, ഇനി നീ എന്റെ ചിക്കൻ കാലിൽ തൊടില്ലെന്ന് എന്ന് പറഞ്ഞ് അവന്റെ മുടി പിടിച്ച് വലിച്ചു. പ്രോമിസ്. അങ്ങനെ വഴിക്കുക. പിന്നെ രണ്ടുപേരും നേരെ നോക്കിയത് തങ്ങളുടെ മാതാപിതാക്കളെയാണ്. രണ്ടും ലെഗ് പീസും വായിൽ വെച്ച്. ഉപ്പ ഉമ്മ രണ്ടിടക്കും സുഖമല്ലേ? എപ്പോ വന്നു? ഇതൊക്കെ എത്ര കണ്ടതാ രാമായണം എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. വാപ്പി, യു കൺട്രിമാൻ, നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്താലോ? മൈ ചിക്കൻ ലെഗ്, ഐ ലോസ്റ്റ് മൈ ചിക്കൻ ലെഗ്. അത് പിന്നെ പാത്തു എല്ലാത്തിനും കൈയിട്ട് ഇപ്പൊ എന്റെ ചോറിലും. പാത്തു നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അത് പിന്നെ ഈ വയസ്സാങ്കാലത്ത് എനിക്കൊരു എനർജി വൈബൊക്കെ വേണ്ടേ? ലെഗ് പീസ് അല്ലേ വൈബ്? അല്ലെങ്കിലും കോഴികൾക്ക് പീസ് നല്ലതാ. ദേ പാത്തു, ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ചറ്റവർത്താനം പറയരുത് കേട്ടോ. ഓ, ഒരു പീസ്. അപ്പൊ മറ്റേ കയ്യിലോ? അതെന്റെ ഉമ്മാന്റെ. ഇത്രയും നേരം അടിയാസ്വദിച്ചെന്ന ഉമ്മാക്ക് എപ്പോഴാണ് കത്തിയത്. യു ഇങ്ങോട്ട് താ മനുഷ്യ. എല്ലാം കൊണ്ടും തൃപ്തിയായി. അലീക്ക സാറ്റിസ്ഫൈഡ് ആയി. നേരെ ഫുഡും കഴിച്ച് സ്ഥലം കാലിയാക്കി. ഇനി ഇന്നാ ചിലപ്പോൾ എല്ല് കഷ്ണം ബാക്കി കാണില്ല. ആ ചിക്കൻ്റെ ഒക്കെ ഒരു അവസ്ഥയെ. ഇന്ന് പോണുറപ്പേ, ഇന്നും ആ കാരമാറിന്റെ മുകളിലേക്ക് കാണേണ്ട. പോവില്ലാതെ വഴിയില്ല. ഒടുവിലെ യാത്രക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. എന്താണ് ഇന്നൊരു തേടലും തോണ്ടലും? ഒന്നും പറയണ്ട ഡാഡിപ്പടി, ഒരു വള്ളി കേസ്. എന്നാ നീ തന്നെ ഹാൻഡിൽ ചെയ്തോ. ഞാനല്ലാതെ ആരാ? നിങ്ങൾക്ക് വായി നോക്കാനല്ലേ, അല്ല വായിക്കാനല്ലേ അറിയൂ. യു ഡോട്ടർ. യെസ് ഫാദർ. എനിത്തിങ് എൽസ്? ഏയ്, നത്തിങ്. അലി ദയനീയമായി പറഞ്ഞു. കിച്ചു പോ, വാ. നീ ഈവനിങ് വരില്ലടാ? സാറ് വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ശ്വാസം വിട്ടില്ല അപ്പോഴേക്കും. മീറ, ഞാൻ പറഞ്ഞ ഫയൽ കംപ്ലീറ്റ് ആക്കിയോ? യെസ് സർ. ഓ, ഇതിലെന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു ആത്മാർത്ഥയില്ല അല്ലേ നിനക്ക്? ഓ, എന്നെ കരയിപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ. സോറി മിസ്റ്റർ, ഞാൻ സീരിയൽ നടിയല്ല, മീറാലിയാണ്. കുട്ടി ആത്മഹത്യസാണ്, അല്ല മുഖത്തോക്കി പറയാൻ പേടിയുള്ളതുകൊണ്ടല്ല. സർ, ഇതിലൊരു മിസ്റ്റേക്കും കാണുന്നില്ലല്ലോ. ഗെറ്റ് ഔട്ട്. പണ്ടാരക്കാരൻ. ആൾ പിറുപിറുത്തോണ്ട് നടന്നു. അല്ലോ പടച്ചോനെ, ഞങ്ങൾ കാത്തോളി. പാത്തു നെറ്റി ഒഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്റെ അതേ ആക്ഷനിട്ട് എഴുന്നേൽക്കുന്ന പെൺകുട്ടിയാണ് കണ്ടത്. ആരാ? രണ്ടുപേരും ഒരുപോലെ ചോദിച്ചു. സോറി, തന്റെ പേരെന്താ? രണ്ടും വീണ്ടും ഒരുപോലെ ചോദിച്ചു. ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മളൊപ്പം ചോദിക്കാൻ തുടങ്ങും. ഞാൻ എസ്ര ഹമീദ്. ഞാൻ മിഹ്റാലി. രണ്ടുപേരും കൈ കൊടുത്തു. നീ ഇവിടെ എന്തിനു വന്നാ? ഞാനിവിടുത്തെ പറയാൻ വന്നവൾ വിഴുങ്ങി. ഞാനിവിടുത്തെ പാലിയേറ്റീവ് നോക്കാൻ വന്നാ. ഓ, കുട്ടിക്ക് ഇവിടുത്തെ സിഇഒയുടെ സിസ്റ്ററാണെന്ന് പറയാൻ തീരെ താല്പര്യമില്ല. പിന്നെ സ്വീകരണമായിരിക്കും അറിയാം. നീ പഠിക്കുന്നുണ്ടോ?
ആ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓ ഇത്തവണത്തെ നേഴ്സാണല്ലേ? ആ ഇത്താൻ നമ്പർ നമുക്ക് ഇനിയും പരിചയപ്പെടാം. ഞാൻ പറയാൻ നിൽക്കായിരുന്നു. രണ്ടുപേരും നമ്പരും കൊടുത്ത് പിരിഞ്ഞു. ഇക്കാക്ക എന്താടി കാന്താരി? ഇവിടെ നിങ്ങൾ ഏതോ ഇമ്പോർട്ടൻറ്റ് ഫയൽ മറന്നു വെച്ച് പോയിട്ടുണ്ട്. അല്ലോ താങ്ക്സ് ഡി. ആ ഇത്താ വൈകുന്നേരം പോകാൻ നേരം പുറകിലുള്ള വിളി കേട്ട് പാത്ത് ശരിയോടെ തിരിഞ്ഞു നോക്കി. എന്താടി കുറുമ്പി? ആളവിടെ കവിൾ വലിച്ചു വിട്ട് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളെങ്ങനെ പോണേ? എൻ്റെ കാക്ക് കൊണ്ടുവരാൻ പറയും. അവളവിടെ തോൾ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. കിച്ചു വന്നത് ഒപ്പമായിരുന്നു. അവന് ഹെൽമെറ്റ് മാറ്റി മുടിയൊന്ന് കുടഞ്ഞു. ഡീ പാത്തൂസേ എന്ന് പറഞ്ഞ് നേരെ നോക്കിയത് ഇസയാണ്. ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലരായി നിന്നു. സ്പാർക്കേ അണന്ന് തൂവരുതേ, ഡ്രീമേ തിടുക്കം കാട്ടരുതേ. പാത്തുവിന്റെ വരികളാണ് രണ്ടുപേരെയും സ്വഭാവത്തിലേക്ക് എത്തിച്ച്. അപ്പൊ പോട്ടെ ചക്കരെ. പാത്തോടെ കവിളൊന്ന് മുത്തി ചെവിയോരമല്ല പറഞ്ഞു. വേണേലൊരു കൈ നോക്കാടി. എന്ത്? എന്റെ ഇക്കാക്കാന് കിച്ച്. പോടി പ്ലീസേ. ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പോവാം. ആ കിച്ചു അവൾ നോക്കി വണ്ടി എടുത്തു. എന്താണ് ഇക്കാക്ക, മിസാൻ അലിക്ക് പ്രേമെന്ന വികാരം വന്നോ? എനിക്കും സംശയമില്ലാന്നില്ലടി. ആരടി അവള്? ഞങ്ങളൊരു ദിവസത്തെ പരിചയമുള്ളൂ. ബട്ട് എന്തോ ഐ ഫീൽ ലൈക്ക് ഷീസ് മൈ കംഫർട്ട് സോൺ. ആ എന്തോ ഒപ്പിച്ച് പറ്റിയേ? അത് പിന്നെ എന്താ ഒപ്പിച്ച് വെച്ച് പറ. കിച്ചു സായിട്ട് ചോദിച്ചു. അതേ എൻ്റെ ഉമ്മ തുടക്കായിരുന്നു. ഓള് കേറലേ എന്ന് പറഞ്ഞു. ഞാൻ വാശിക്ക് കയറി. എന്നിട്ട് തുടക്കണ കൊള്ളി കൊണ്ട് നടപ്പുറം നോക്കി ഒന്ന് കിട്ടി. ഓർക്കുമ്പോ തന്നെ ബുധോമ്പറത്ത് കൂടി ഒരു മിന്നലാ. ഞാനാണ് ഈ മുട്ടുകാല് തല്ലിയൊടിച്ചേനെ. അതും പറഞ്ഞ് പാത്ത് വയറൂത്തി ചിരിക്കാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്ന രീതിയായതുകൊണ്ട് കിച്ചുവും ചിരിച്ചു. ഒരു പിതാവിന്റെ വേദനയിൽ സന്തോഷിക്കുന്ന സന്താനങ്ങൾ. കൺട്രി ഫെലോസ്. പോയി 2 കുപ്പി പിണ്ടതൈലം വാങ്ങട്ടെ. 1 അല്ല 3 കിട്ടിയേ. മാതാശ്രീ 2 വിളിച്ചു കൂവി അകത്തേക്ക് പോയി. എന്താണ് കെട്ടിയവന്റെ മുന്നിൽ താജ്മഹൽ പണിതിട്ടുണ്ടല്ലോ. ആ നിങ്ങൾ വന്ന് വല്ലതും കഴിക്കാൻ നോക്കി. ഡാ സുലു, എന്താടാ നീ വല്ല അറിഞ്ഞോ? എന്ത്? ഹൃദയകോപം സീരിയലാ നടി കരഞ്ഞടാ. ഓ അവന്റെ ഒരു സീരിയൽ പിരാന്ത്. സുലു അവന് നേരെ തലയിലെറിഞ്ഞു. എന്താണ് ബ്രോ, നമ്മ സീരിയൽ പ്രേമികൾക്ക് അതിന്റെ ഫീൽ അറിയുള്ളൂ. അവള് കരഞ്ഞപ്പോ എന്റെ നെഞ്ചകവും വിങ്ങിപ്പൊട്ടി ഞാനും കൂടെ കരഞ്ഞു. സോ സാഡ്. എന്റെ 2 പാക്കറ്റ് ടിഷ്യൂ കഴിഞ്ഞു. നിനക്കറിയോ? ഓ ക്രിഞ്ച്. എന്ത് ക്രിഞ്ച്? നീ എന്റെ കൂടെ ചന്ദനമഴ കാണാൻ വന്നിരുന്നപ്പോ എന്നിട്ട് അമൃത കരഞ്ഞപ്പോ നീയും അല്ല നമ്മൾ 3 പേരും ഒരുമിച്ച് കരഞ്ഞിട്ടുണ്ട്. സച്ചു സുലുവിനെ പുച്ഛിച്ച് വിട്ടു. എടാ അതൊക്കെ പണ്ട്. ഓ എടാ ഷായ് നീ എന്നാണ് മൂഡ് ഓഫ് ആയിരിക്കുന്നേ? മൂഡോ നോക്കട്ടെ. ഓഫ് ആയിട്ടല്ലോ ഓണാണല്ലോ. ചേ വൃത്തിയിട്ടവൻ. അവനെന്താ സാഡിലിരിക്കുന്നതാ ചോദിച്ച്. സൈഡിലോ? അവൻ നടുവിലാണ് ഇരിക്കുന്നത്. എടാ അവനെന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. ഓ അങ്ങനെ. എടാ ഒന്നുമില്ല പാറസാഹോ. സച്ചു അവന്റെ തോളിക്കായിട്ട് പറഞ്ഞു. ഐ മീൻ ലവ്. വാട്ട്? സുലുവും സച്ചു ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആര്? അല്ല നീ വല്ല ചെക്കനെയും പോയി പ്രേമിക്കുക. ഒന്ന് പോടാ. മേ ബി. സച്ചു അവൻ അടിപൊളി നോയി പറഞ്ഞു. ശാരദാമതേ എന്തോ? സച്ചു ഒരു ഇളിയോടെ പതിയെ എഴുന്നേറ്റു. നിക്കടാ അവിടെ. അവൻ ബെഡിൽ കയറി സുലുവിന്റെ പുറകിൽ നിന്നു. നിനക്കുള്ള തരാടാ. ഷായ് ഒരു ഫയൽ എടുത്ത് അവന്റെ തലയിലടിച്ചു. അവൻ നേരെ മാറി സുലുവിന്റെ തലയിൽ വന്നടിച്ചു. തെണ്ടി. അവനവനെ തിരികെ അടിച്ചു. പിന്നെ 2 സച്ചുവിനെ നേരെ തിരിഞ്ഞു. അങ്ങനെ അടിയും പിടിയുമായി അവസാനം 3 കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. മോനെ സുലു. രാവിലെ വന്ന കുൽസ് കാണുന്ന പരസ്പരം കെട്ടിപ്പിടിച്ച സുലു നടുവിലും ഷായും സച്ചു ഇടവല ഉറങ്ങുന്നതാണ്. ഈ മക്കള്. എടാ സുലു ഹോസ്പിറ്റലിൽ പോണ്ടേ? കുറച്ചു നേരം കൂടി ഉമ്മ. ഇത്ര രാവിലെ തന്നെ നേരം വെളുത്തോ? ഡാ ആ എടാ ഷായി സച്ചു എഴുന്നേക്കടാ പോണ്ടേ? സമയം 8 മണിയായി. അവൻ ബാത്റൂമിലേക്ക് ഓടി ഫ്രഷായി വന്നപ്പോൾ ഓന് ഡ്രസ്സ് കയ്യിൽ പിടിച്ചിരിക്കുന്ന സച്ചുവിനെയും ഷായുമാണ് കണ്ടത്. അവിടെ ഒരു ചെറിയ കയ്യബദ്ധം. നാറ്റിക്കരുത്. ഒരു കയ്യബദ്ധമല്ല, എപ്പോഴും ഷർട്ട് അടിച്ചു മാറ്റുമ്പോൾ ഇതന്നെ ഡയലോഗ്. സാരി. എന്താ ഒരു ഇളി. സയാമീസ് ഇരട്ടകൾ. 3 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഷായും സച്ചു എസ്റ്റേറ്റിലേക്കും സുലു ഹോസ്പിറ്റലിലേക്കും പോയി. ഈസ മോളെ ഇന്ന് കോളേജില്ലേ? എന്റെ പൊന്നുമ്മച്ചി 2 ആഴ്ച ലീവാണെന്ന് പറഞ്ഞില്ലേ പൊന്നെ? ആ ഇന്ന് നീ എവിടേക്കാ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. 2 ദിവസമായി ഫ്രണ്ടിനെ കാണാൻ പോവലൊക്കെ. എന്താവോ എന്തോ. ഞാൻ മറ്റുള്ളവരെ പോലെ മതിലേ ഇത് വലിഞ്ഞ് നോക്കലൊന്നുമില്ല. ഈസ ആരോടൊന്നില്ല പറഞ്ഞു. ആ മോളെ പോയിക്കോ. പാത്തുവോ? ഈസ ഒരു ഓളത്തിൽ വിളിച്ചു. എന്തോയ്? എന്താ വേണ്ടേ? ഇന്ന് നേരത്തെ വന്നോ? പിന്നെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? നടക്കൂല മോളെ, എനിക്ക് ജോലിയുണ്ട്. വാ പാത്തു. സാർ അയക്കൂല. ഞാൻ പറയാം. നീ ആരാ സാറിൻ്റെ? അത് പിന്നെ ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ഞാൻ ഈ ഫയൽ സാറിന് കൊടുത്തു വരാം. ആ ലീസ. ബാക്കിൽ നിന്നുള്ള വിളി ലീസ പതിയെ തലരിച്ച് നോക്കി. ഹംന. അതെ ഞാൻ തന്നെ. എൻ്റെ ഇക്കാക്കാനെ മുറപ്പുണ്ട്. ഈസ അവൾ അടിമുടി നോക്കി.
ടൈറ്റ് ഷോർട്ട് ടോപ്പാണ് വേഷം. മുഖത്തൊരു ലോഡ് പുട്ടിയുമുണ്ട്. നിന്നോട് എൻ്റെ ഇക്കാവ് പറഞ്ഞിട്ടില്ലേ അവർ പറയുന്ന നടക്കരുതെന്ന്? സോറി ഗേൾ, ഹീസ് മൈൻ. ആളുടെ മുഖത്തും തലപിടിക്കൊണ്ട് അവൾ ക്യാബിനിലേക്ക് നടന്നു. ഈ സാധനം ഇവിടുന്ന് കെട്ടിയെടുത്ത് എൻ്റെ പഠിച്ചോനെ, എൻ്റെ ഇക്കാക്ക അവൻ്റെ കയ്യിൽ നിന്ന് മോയന്തിനൊന്നും കിട്ടാൻ കാത്തോളണേ. ഈസ അവൾക്ക് മുമ്പേ ലിഫ്റ്റിൽ കയറി അവൻ്റെ ക്യാബിനിലേക്ക് വിട്ടു. മേ ഐ കമിൻ സർ? യെസ് സർ. പറഞ്ഞ ഫയല് ഏത്? മറ്റേ മെഡിസിൻ ലിസ്റ്റ്. ഓ സീമീറ, ഇതിലൊരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആൾക്ക് നേരെ നടന്നു. അവൾ ടേബിളിൽ മുട്ടി നിന്നു. അവൻ അവൾക്ക് ഇരു സൈഡിലും കൈകുത്തി നിന്നു. എന്താ? നിനക്കപ്പനെ പേടിയുണ്ടല്ലേ? നിന്നോട് കാര്യം പറയാൻ ചെയ്യാനറിയില്ലേ? ഞാനെല്ലാം കറക്റ്റ് ആക്കിയതാണ് സർ, ബട്ട് മിസ്റ്റേക്ക് എങ്ങനെ വന്നെന്ന് അറിയില്ല. അവൾ അവനെ നോക്കി ഉമിനീരിറക്കി. നിനക്ക് ഊറ്റാൻ നല്ല നാവാണല്ലോ, ഇപ്പൊ എവിടെ പോയിടി? അതിനിങ്ങനെ വന്നെന്ന് ആരായാലും പേടിക്കില്ലേ? എങ്ങനെ? ഇങ്ങനെ. അവൻ നിൽക്കുന്ന രൂപം കാണിച്ച് അവൾ പറഞ്ഞു. പേടിയുണ്ട്, നീ സമ്മതിക്ക്. ഇല്ല. എന്നാ പിന്നെ എനിക്ക് പേടിപ്പിക്കാൻ അറിയാം. അവന് താളത്തിൽ പറഞ്ഞു. കുറച്ച് പൈസ ഞാൻ മുക്കി, അതിനാണോ? അതെ, ഞാൻ ഓരോ പൈസക്കും പ്രാധാന്യം കൊടുക്കുന്നവനാ. സോ അവൾ തിരിച്ചു ചോദിച്ചു. യു വിൽ പണിഷ് ലൈക്ക് ദിസ്. ഒന്ന് പോടോ. എന്താ വിളിച്ച്? അവൻ കൂടുതൽ ചേർന്ന് നിന്നും അനുവാദം പോലും ചോദിക്കാതെ അവനെ തള്ളിക്കയറി വന്നു. ഒപ്പം മിസ്സയും. ഈസ ഒരു മൂലയിലേക്ക് പെട്ടെന്ന് മാറി. ബട്ട് ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു പോയി. ഈ കാക്ക പാത്തു, പടച്ചോനെ ഞാൻ എന്തീ കാണുന്നു? സുലു, വാട്ട് ഇസ് ദിസ്? സുലു അവളിൽ നിന്ന് ഇവർന്ന് വിട്ടുമാറി. നീ എന്തിനാ പെർമിഷൻ ചോദിക്കാൻ അകത്തേറിയത്? അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവനെ പാത്തുവിന്റെ മുഖത്തേക്ക് അടിച്ചു. പാത്തു കവിളിൽ കൈവച്ച് അവളെ നോക്കി. ഹൗ ഡെയർ യു! ഇത് ഞാൻ കിട്ടാൻ പോകുന്ന ചെക്കനാ, അവന് നീ. നിർത്തണി. ഞാൻ എപ്പ പറഞ്ഞു നിന്നോട് ഞാൻ നിന്നെ കെട്ടുന്നു? അത് പിന്നെ സുരു. കോൾ മീ സർ. ഈ ക്യാബിൽ ഞാൻ ബോസാ. സോ ഗെറ്റ് ഔട്ട്. പാത്തു. ഇസ അവൾക്ക് നേരെ വന്നു. ഇസ വാ പോവാ. അവൾ അവളെയും വലിച്ച് പുറത്തേക്ക് പോയി. ഇവർക്ക് തമ്മിൽ ഓൾറെഡി അറിയോ? സുല ആലോചനയോടെ സീറ്റിലിരുന്നു. എന്നാലും ആ സാധനം എവിടുന്ന് വന്നു? പാത്തു വേദനിച്ചോടി. പിന്നെ അല്ല, എന്റെ ചെവിന്ന് പോയൊക്കെ പോകുന്ന പോലെ. ആരടി ആ പുട്ടിഭൂതം? അതെന്റെ അമ്മായിയുടെ മോള് ഹംനാസിത് എന്ന് വെച്ചാ എന്റെ. അപ്പൊ നീ സാറിന്റെ. നീ അത് വിട്, നമുക്കൊരു ഐസ് പാക്ക് വെച്ചുതരാം. ബ്യൂട്ടിഫുൾ ബീച്ച്. ഐസ് പാക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ഹംനയെ തെറി വിളിക്കുകയാണ് പാത്തു. ഇട്ട ഹീര് പൊട്ടി അവൾ വീഴണം വീഴണം വീഴണം. അല്ലോയ്! പാത്തു ഇസയും തലയിരിച്ച് നോക്കിയപ്പോൾ കാണുന്നത് വീണെടുക്കുന്ന ഹംനയാണ്. പിന്നെ രണ്ട് മുഖത്തോട് മുഖം നോക്കി. പിന്നെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. യു ഗേൾസ്, നോ വി ആർ ബോയ്സ്. ഒന്ന് പോടി പുട്ടിഭൂതമേ. പാത്തു അവൾ നോക്കി പുച്ഛിച്ചു. പുറ്റിഭൂതം? വാട്ട് ഇസ് ദാറ്റ്? അത് നിന്നെ മറ്റവൻ. എഴുന്നേറ്റ് പോടി, ആ സ്ഥലം കൂടി വൃത്തിയാടാക്കാതെ. ഐസ് മുഖത്ത് വെച്ച് പാത്തു പറഞ്ഞു. അതെ അതെ. ഹാമിന്റെ കയ്യിൽ ചെരുപ്പ് നോക്കി പുറത്തേക്ക് നടന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോഴും ചിരി അവസാനിച്ചിട്ടില്ലായിരുന്നു. എടി, ആ ഭൂത്തിന് മലയാളം അറിയില്ലേ? ജനിച്ചിവിടെയാ, ബട്ട് പഠിച്ച ബാംഗ്ലൂരാണ്. അതായൊന്നും മനസ്സിലാവാത്ത. വാ, എനിക്ക് പണിയുണ്ട്. അതും പറഞ്ഞ പാത്തു പോയി. എടാ, ഇത് വലിയ ഗുരുമാരായല്ലോ. സച്ചു താടി കൈ കൊടുത്ത് പറഞ്ഞു. പുട്ടിഭൂതം പോയതിനു ശേഷം സുലു രണ്ടിനെയും കൊണ്ട് വിളിച്ചു വരുത്തിയതാ. എടാ, എൻ്റെ അമ്മായി ഒരു നിറയട്ട സാധന. എൻ്റെ പുറകെ കണക്ക് അവളെ കെട്ടിക്കാൻ. ബ്രോ, യുവർ ലൈഫ് യുവർ റൂൾസ്. അത് ശരിയാ സുലു. അപ്പൊ നീ പറ, എന്താ ചെയ്യാ? അല്ല, അമീദ്ക്കാർക്ക് വിളിച്ചവന് സമ്മതാണോ? അല്ല, പിന്നെന്തിനാ? ബട്ട് എനിക്ക് ദേഷ്യം വന്ന് അവളെ തല്ലിയതിനാ. ആരെ? സച്ചുവും ഷായും ആക്രയോടെ ചോദിച്ചു. അത് എൻ്റെ അസിസ്റ്റന്റ്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. പോടാ, എന്നാ നമുക്കിന്ന് കറങ്ങാൻ പോടാ. എന്റെ പാത്തു കുറവില്ലേ? വീക്കാൻ കുറവുണ്ട്. വാ, കാക്കു വന്നിട്ടുണ്ടാവും. അവളെ വലിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. കിച്ചു ഫോണിൽ തോണ്ടിയിരുന്നവൻ പാത്തുവിന് നേരെ കൈവീശി കാണിച്ചു. എന്താണ് ഇവിടെ നിന്റെ മുഖത്തിന് പറ്റിയത്? അവനോട് മുഖം കയ്യിലെടുത്ത് ചോദിച്ചു. ഒരു പുട്ടിഭൂതം അടിച്ചതാ. പുട്ടിഭൂതോ? പാത്തു അവനോട് എല്ലാം പറഞ്ഞു. പക്ഷേ കുട്ടി കുറച്ച് കാര്യങ്ങൾ മുക്കി. ബെസ്റ്റ്, പോവാ. അവൻ ഇസയെ നോക്കി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. പാത്തുവിന്റെ പാട്ടിൽ രണ്ടുവളം നോക്കി. എന്താണ്, രണ്ടിനും ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറഞ്ഞേക്കണം, അല്ല മിണ്ടാ നടക്കരുത്. വായിച്ചു പോവാം. പോടീസ. രണ്ടും അഗിയത് വിട്ടുമാറി. വണ്ടി എടുക്കേട്ടാ. മോളെ പാത്തു, ഈ പോയി കിച്ചനെ വിളിച്ചോണ്ട് വാ. ഇതാ പോന്നെ പുതുമാരി. ഡാഡിപ്പടി. എന്താ മോളെ, ഞാനൊരു പാട്ട് പാടിയതല്ലേ? പുതുമാരി അല്ല, അഭിരാമി. അതാരാ പാത്തു? അതുമ്മ നമ്മുടെ ജനിച്ചേച്ചിയുടെ നേരിലെ പേരാ. മനുഷ്യ, നിങ്ങളുടെ നോട്ടം. എടി, അവള് വെറുതെ പറഞ്ഞാടി. എന്റെ പൊന്നു ഫാത്തിമ, ഇനി അടിക്കല്ലേ, അല്ലെങ്കിൽ എന്റെ നടുപ്പുറം പോയിട്ടുണ്ട്. 2 കുപ്പി പിണ്ടതൈലം വാങ്ങി തേച്ചിട്ടും മാറിയിട്ടില്ല. പാവം, ഇത്രയും വേണോ മച്ചി? എന്റെ ഭർത്താവ് എന്റെ ഇഷ്ടം. പോയി അവനെ വിളിച്ചു പാടി. എന്റെ പൊന്നോ. എങ്ക പക്കത്തിൽ വാസൻ
என் பக்கத்திலே வா, கண்ணை முழிச்சு என்ன கட்டிப்பிடி, அப்படி முத்தம் போடு. അവൾ വന്നും കാണുന്ന തലയിണെ കിസ് ചെയ്യുന്ന കിച്ചുവിനെയാണ്. അയ്യേ വൃത്തിയിട്ടവൻ. അവൾ അവനെ നടുമ്പുറം നോക്കി ചവിട്ടി. അയ്യോ എന്റെ നടു, അല്ല നടി, ഞാൻ നടിയേയും കൊണ്ട് കോറിയിൽ വീഴുന്നേ. അവന്റെ ഒരു നടി, എഴുന്നേക്കടാ, ഹോസ്പിറ്റൽ പോണ്ടേ. എടിത്തെണ്ടി. അവനോളെ പുറകെ ഓടി. അവൾ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ഓടി. എടി ഫാത്തുമ്മ, 2 ബാണങ്ങൾ വരുന്നേടി, മാറിക്കോ. അലി വിളിച്ചു പോയി. നിക്കടി കുട്ടിപ്പിശാശേ, അത് നിന്റെ മറ്റവൾ എസ്ര ഡീ. അവസാനം 2 പൂളിന്റെ അടുത്ത് നിന്നു. ആരാ ആദ്യം വീഴ ഫാത്തിമ? മിണ്ടാ നിൽക്ക് മനുഷ്യ, കോൺസെൻട്രേഷൻ കളയാൻ. 2 സിനിമ കാണുന്ന പോലെയാണ് നിൽക്കുന്നത്. നിനക്ക് അവിടെ നിൽക്കുന്നവൻ പാത്തു നല്ല, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തള്ളിയിടും. ഇല്ലെങ്കിൽ അവൻ അവൾക്ക് നേരെ അടുത്തു. ഹൈ, മുടിയിൽ പിടിച്ചു വലിക്കടാ, തള്ളിയിടടാ. മിണ്ടാതിരിക്കും മനുഷ്യ. അവനവൾ തള്ളിയിടാൻ നിന്നും അവൾ മാറിയെന്നു. അവൻ പൂളിലേക്ക് വീണു. അവൾ തിരിഞ്ഞെന്ന് ചിരിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി അവളുടെ കാൽ പിടിച്ചു വലിച്ചു. അയ്യോ, ഗോൾ! എടി വീണടി, 2 വെള്ളത്തിൽ വീണു. ഡാ ഡീ. 2 വെള്ളത്തിൽ നിന്ന് തല്ലുകൂടി. അവസാനം 2 തളർന്നു നിർത്തി. പിന്നെ താങ്ക്സ് എന്തായെന്ന രീതിയിൽ കിച്ചനെ നോക്കി. പല്ലിയേപ്പം കുളി കഴിഞ്ഞല്ലേ? കിച്ചു പൂളിൽ നിന്ന് കയറി. കൂടെ പാത്തു. അലി ഫാത്തിമയെ വലിച്ച് അടുക്കള വഴി ഉള്ളിലേക്ക് കയറി പത്രമെടുത്ത് മുമ്പിൽ വന്നിരുന്നു. വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം കളി മാറ്റിവെച്ചു കുട്ടനാട്. കുററിപ്പുറം പാലത്തിൽ അററ കുററ പണി. കുറ്റിപ്പുറം പാലത്തിൽ അറ്റകുറ്റപ്പണി. അല്ല, ഏതാ ഈ നനഞ്ഞ കോഴികള്? പത്രം മാറ്റി കണ്ണട ശരിയാക്കി അലി ചോദിച്ചു. കോഴിയല്ല, കോഴിക്കാല്. ഒന്ന് പോടാടിപ്പടി, വേഗനെ കൊണ്ടായി തന്നോ, ഇല്ലെങ്കിൽ എന്നും പറഞ്ഞ് പാത്തു ചവിട്ടിക്കൂടി അകത്തേക്ക് പോയി. ഉപ്പ എന്താടാ? ഏയ് ഒന്നുമില്ല, പത്രം വിളമ്പിക്കോളൂ. കിച്ചു റെഡിയായി വന്നു. പോവാം. അതെ ഫാത്തിമ, നേരത്തെ തല്ലുകൂടിയ സാധനങ്ങളല്ലേ പോകുന്നു? അതെ. ഈ ബാക്കി പണിയില്ലേ അടുക്കളയില്? പാത്തു. ഈസ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്താണ് ഇത്ര സന്തോഷം? ഏയ് ഒന്നുമില്ല. അവൾ കിച്ചുവിനെ നോക്കിയാണ് പറഞ്ഞ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഇല്ല. എന്തേ? പറയണേ വേഗം പറയണം, നീട്ടിക്കൊണ്ട് പോരുത്. പാത്തു ഞാൻ പോയി. കിച്ചു ആൾ നോക്കി സൈറ്റ് അടിച്ച് പോയി. ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഈ സമയം ഒരു ബ്ലഷിങ്? പോ പാത്തു. എൻ്റെ ആങ്ങളയായി പോയി. ഇന്നും അങ്ങേർക്ക് ഫയൽ കൊടുക്കാനുണ്ട്. തേങ്ങ. സർ, മേ കമീൻ? യെസ്. ഫയല്. മിഹ്റ, നമുക്കൊരു ട്രിപ്പ് പോകണം. എവിടേക്ക്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. UK. എന്താ കേട്ടിട്ടില്ലേ? അവിടെ കുറച്ച് ആൾക്കാർക്ക് ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. വില്ലേജ് പ്രൊവിൻസിലുള്ള ആൾക്കാരാ. അപ്പൊ നമ്മൾ പോയി ചെക്ക് ചെയ്യണം. ഈ വരുന്ന ഫ്രൈഡേ നമ്മൾ പോകും. ഗവൺമെന്റ് പ്രൊജക്റ്റാ. 2 ദിവസം സിറ്റിയിൽ നിൽക്കും, പിന്നെ വില്ലേജിൽ 2 ദിവസം, പിന്നെ ചൊവ്വാഴ്ച തിരികെ വരും. ഓക്കെ സാർ. പിന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ളതിന്റെ കാശ് ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. സാറ് ഊറ്റിയതിന് എടുത്തില്ലേ? അവളൊരു കളിയോടെ പറഞ്ഞു. അത് ഞാൻ സാലറിയിൽ നിന്ന് എടുത്തോളാം. സാർ അങ്ങനെ ചെയ്യരുത്. നീ തന്നെയല്ലേ പറഞ്ഞേ? സാർ ഗെറ്റ് ഔട്ട്. എന്താടി പാത്തു? ഞങ്ങൾ UK പോവാ. ആര്? ബോസും ഞാനും. ഷോപ്പിങ്ങിന് പോകണം. എന്നാൽ നമുക്ക് ഹാഫ് ഡേ ലീവ് എടുക്കാം. അങ്ങനെ ഹാഫ് ഡേ ലീവ് എടുത്ത് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. കരിപ്പൻ ബോസും മാലാക പെണ്ണും ഇനി UK തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.